ശരിക്കും നിങ്ങൾക്ക് ചേട്ടന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ആഘോഷം? ജീവിതത്തിൽ പലപ്പോഴും ആഘോഷങ്ങൾ ഉണ്ടാവും. ചില ആഘോഷ ദിവസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, ആഘോഷ സന്ദർഭങ്ങൾ ഉണ്ടാവും, ചില ചെറിയ സന്തോഷങ്ങൾ ചിലപ്പോൾ നമ്മൾ ആഘോഷമാക്കും. ഈ പറഞ്ഞ പോലെ പ്രത്യേക നിമിഷം ഉണ്ടാകുന്നല്ല, ആഘോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ ഒത്തുകൂടി നാളെ ആഘോഷിച്ചു കളയാം എന്ന് വെച്ചാൽ ആഘോഷം ആകണമെന്നില്ല. ഇല്ല ഇല്ല, അങ്ങനെ ആഘോഷിക്കണമെങ്കിൽ ബന്ധു വരണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതും കുറവാ. ഇപ്പൊ ബന്ധമൊന്നും ഇല്ല പറഞ്ഞ പോലെ. അത് മാത്രല്ല, ഇപ്പൊ ഞാൻ നിങ്ങളെ കുറച്ചേരായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടല്ലോ. അങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിൽ ആഘോഷം ഫിക്സ് ആയത്. ആദ്യം വേറെ അതെന്തായിരുന്നു പറയില്ല, പറയുന്നില്ല. എനിക്കാണെങ്കിൽ ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാ. അടക്കിക്കോ. ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ട വരുമോന്നൊക്കെ ആലോചിച്ചിട്ടാണ് വന്നിരുന്നത്. പക്ഷെ ചേട്ടൻ ഭയങ്കര കൂളാണ്, ഭയങ്കര ചില്ലാണ്. ഞാൻ സീരിയസ് ചേട്ടന് കോളേജ് റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കുട്ടി കുട്ടി മേടിച്ചോ? ഓർമ്മയില്ല. ഞാൻ 80 മറ്റോ കോളേജിൽ നിന്ന് ഇറങ്ങിയ 14 വർഷമില്ലേ, ഓർമ്മയില്ല. അന്നങ്ങനെ ഇതുപോലത്തെ ഒരു അന്തരീക്ഷമൊന്നുമല്ല. ഒരു എല്ലാവരും പഠിക്കാൻ വരുന്ന ഒരു സ്ഥലമല്ല കോളേജ്. നമ്മൾ പോകുന്ന അലമ്പുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. അന്നൊന്നും അങ്ങനെ ഒരു സീരിയസ് ഒരു പ്രൊഫഷൻ പെർസ്യൂ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു കാലമേ അല്ല. വലിയ ലക്ഷ്യബോധമൊന്നുമില്ല. ഇത് പഠിക്കാൻ ചേർന്നു, പഠിച്ചു തീർക്കുക, 3 വർഷം അലമ്പുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോരുക എന്ന് പറയുന്നത്. അല്ല, പഠിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ ചെല്ലുന്നത് ആ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. അപ്പൊ സാറിന് അറിയില്ല ഞാൻ ആ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണെന്ന്. വിജയരാഘവൻ ചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ അടുത്ത് പറഞ്ഞു. കുട്ടനൊന്നും സമയമില്ല, കുട്ടനൊന്നും മിക്കവാറും നാടകമുണ്ട്. പല കാര്യങ്ങളുണ്ട്. അതെ, ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് റഫ് ആൻഡ് ടഫ് ആയിട്ട് ഇരിക്കണ്ടെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് ഉള്ളിലൊരു കാമുകൻ ഒളിഞ്ഞടപ്പുണ്ടെന്ന്. എനിക്ക് പിന്നെ അങ്ങനെ ഇന്ന സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങോട്ടാർക്കും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടാർക്കും ഒരുപാട് പേരോട് ഉണ്ടായിരുന്ന ഭയങ്കരമായ പ്രേമങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരറിഞ്ഞില്ല, എന്റെ ഉള്ളിലായിരുന്നു മാത്രം. അല്ല, ഇപ്പൊ ക്യാമ്പസ് മൂവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യമായിട്ട് എന്റെ ഉള്ളിൽ വന്നത് ക്ലാസ്മേറ്റ്സ് ആണ്. ആ സിനിമ ഇസ് വൺ ഓഫ് മൈ ഓൾ ടൈം ഫേവറേറ്റ്സ്. എനിക്ക് അത്രയും റീച്ച് കിട്ടിയ ഒരു സിനിമ അതാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സിൽ മുരളി എന്ന് പറഞ്ഞ ആളുടെ ഇഷ്ടംപോലെ ഷെയ്ഡ്സ് എന്നിലുണ്ട്, ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ക്ലോസർ ടു മൈ ഹാർട്ട്. അപ്പോൾ ഇറ്റ് സ്റ്റിൽ ഈസ്. Viewers, you're watching me on Saina South Plus and this is me, Faustina here. ഞാൻ ഇന്ന് പിങ്ക് ഒക്കെ ഇട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ്, ഭയങ്കര ഒരു ആഘോഷത്തിലുള്ളത്. കാരണം എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള 5 പേരെന്ന് വെച്ചാൽ ആഘോഷിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന 5 പേരാണ്. സോ ലെറ്റ് മീ വെൽക്കം മൈ പേഴ്സണൽ 5 favorites ടു ദ ഷോ. സോ 5 പേർക്ക് വെൽക്കം ടു ദ ഷോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ട്രെയിലറും ടീസറും ഒന്നും ഇറങ്ങാത്തതുകൊണ്ട് നമുക്ക് സിനിമയെ പറ്റി ഒരു പ്രോപ്പർ ഔട്ട്ലൈൻ കിട്ടിയിട്ടില്ല എനിക്ക്. പക്ഷെ എന്തായാലും ഞാൻ വായിച്ച് നോക്കിയപ്പോൾ ഒരു ക്യാമ്പസ് സ്റ്റോറിയാണ്, ഒരു കോളേജ് റൊമാൻസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാനൊരു കഥയാണ് എൻ്റെ ഉള്ളിലുള്ളത്. ശരിക്കും ത്രൂ ഔട്ട് നമുക്കിതൊരു ക്യാമ്പസ് മൂവി ആയിട്ട് തന്നെയാണോ പോണേ? ക്യാമ്പസ് ആണ് ഇതിന്റെ ബാക്ക് ഡ്രോപ്പ്. സോ 90% ഓഫ് ദ തിങ്സ് ക്യാമ്പസിൽ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അതൊരു ആഘോഷം അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ്, ഒരു ഫൺ എലിമെന്റ്സ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക് ഡ്രോപ്പ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞു പോകുന്ന വേറൊരു കഥയുണ്ട്. അത് കുറച്ച് സീരിയസ് ആണ്. ചില ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അത് നേരിടുന്നതും പിന്നെ ചില ക്യാരക്ടേഴ്സ് എന്തിനവിടെ വരുന്നു അതിനൊക്കെ റിവീൽ ചെയ്യുന്ന ചില കാര്യങ്ങളും. അപ്പൊ there is an hidden story inside this. പക്ഷേ this happens in and around the campus. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ്. ബട്ട് ഒരു ടോട്ടലി നോക്കുമ്പോൾ ഒരു ജോവിയൽ ഫൺ ഫിൽഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ബാക്ക് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതാണ് ആഘോഷം. അതാണ് എനിക്ക് നമ്മുടെ പോസ്റ്റർ കണ്ടപ്പോഴേ ആ ഒരു പോസ്റ്ററിൽ എല്ലാവരുടെ മുഖത്തൊരു ദേഷ്യമുണ്ട്. ടൈറ്റിലാണെങ്കിൽ ആഘോഷം എന്നുള്ള എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ ആലോചിച്ചു ആഘോഷം എന്നുള്ളതിന് ഇത്ര ദേഷ്യം എന്താ സംഭവം എന്നുള്ളത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ആ ഒരു സംഭവം എനിക്ക് ക്ലിയർ ആയത്. അത് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളുടെ പ്രശ്നമാണ്. സന്തോഷമുള്ള ഒരുപാട് മുഖങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. അതൊക്കെ ദേഷ്യം ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഓ, അതൊരു പെർസ്പെക്റ്റീവ് ആണ്. ശരിക്കും ഞാൻ ആലോചിച്ചൊരു സംഭവം ചേട്ടാ. അതായത് നമ്മൾ ആഘോഷം എന്ന് പറയുന്നത് ഓരോ ഏജിലും ഓരോ കോൺസെപ്റ്റിലാണല്ലോ എടുക്കുക. ഇപ്പൊ ചെറിയ കുട്ടികളുടെ ആഘോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ പോകാതിരിക്കുന്നതായിരിക്കും അവരുടെ ആഘോഷം. അങ്ങനെ ഓരോ ഏജിൽ വരുമ്പോഴും നമ്മുടെ യൂത്തിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് മാറുന്ന സമയത്ത് ആഘോഷം എന്ന് പറയുന്ന സംഭവത്തിന്റെ കോൺസെപ്റ്റ് മാറുമല്ലോ. ശരിക്കും നിങ്ങൾക്ക് ചേട്ടൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് ആഘോഷം?
കടുപ്പിച്ച ചോദ്യമാണല്ലോ. ഞാൻ ആലോചിച്ച് കണ്ടുപിടിച്ചതാ. ആഘോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവസ്ഥയൊന്നുമല്ല. ജീവിതത്തിൽ പലപ്പോഴും ആഘോഷങ്ങൾ ഉണ്ടാവും. നമ്മൾ ചില ആഘോഷ ദിവസങ്ങൾ ജീവിതത്തിലുണ്ടാവും, ആഘോഷ സന്ദർഭങ്ങൾ ഉണ്ടാവും, ചില ചെറിയ സന്തോഷങ്ങൾ ചിലപ്പോൾ നമ്മൾ ആഘോഷമാക്കും. ഇതിന്റെ ഒരു സമ്മിശ്രമാണല്ലോ ജീവിതം. ആഘോഷങ്ങളും ആഘോഷങ്ങളില്ലാത്തതുമായ അവസ്ഥകളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഘോഷിക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളുണ്ട് ജീവിതത്തിൽ. ഉണ്ട്. അതാണ് ശരിക്കും ആഘോഷം. ജീവിതം അങ്ങനെ എല്ലാ ദിവസവും ആഘോഷിക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ആഘോഷവും ഇല്ല. അപൂർവം സന്ദർഭങ്ങളിൽ മനുഷ്യൻ അവൻ്റെ സാധാരണ മനോഭാവത്തിൽ നിന്നൊരു ആഘോഷാവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് അത് ആഘോഷം. അത് ചെറുതും വലുതുമായ ഒരുപാട് ആഘോഷങ്ങളിലൂടെയാണ് ജീവിതം സഞ്ചരിച്ചു പോകുന്നത്. ഇതെന്തായാലും ഒരു ആഘോഷമാവട്ടെ. എന്റെ ചോദ്യത്തിനൊക്കെ കടുകട്ടി ഉത്തരവ് പോയത് നല്ല കാര്യം ഉണ്ടായിരുന്നോ? മര്യാദക്കുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ പോരായിരുന്നോ? ഞാനിത് കുറെ നേരം ഇരുന്ന് ആലോചിച്ചുണ്ടാക്കിയ ഒരു ചോദ്യമായിരുന്നു. ചിറ്റിപ്പോയി, പോട്ടെ. അടുത്ത തവണ നമുക്ക് നോക്കാം. വിജയരാഘവൻ ചേട്ടന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഈ പറഞ്ഞ പോലെ ആഘോഷം ഇപ്പൊ പറഞ്ഞായിരുന്നല്ലോ, അതായത് ലൈഫിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആഘോഷങ്ങൾ ഉണ്ടാവും. എല്ലാ നേരം എല്ലാവർക്കും ആഘോഷങ്ങളായിരിക്കില്ല എന്നുള്ളത്. ചേട്ടന്റെ ലൈഫിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു മൊമെന്റ് എന്തായിരിക്കും? എനിക്ക് ഒരുപാട് മുഖത്ത് ഇപ്പൊ തന്നെ വലിയ ആഘോഷമല്ലേ, എല്ലാരും കൂടെ കൂടുമ്പോ തന്നെ ഒരു ആഘോഷമല്ലേ? രഞ്ജി, ഇവരെല്ലാം കൂടി ഇപ്പൊ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ആഘോഷമാണത്. അപ്പോൾ അതൊരു ഈ പറഞ്ഞ പോലെ പ്രത്യേക നിമിഷം ഉണ്ടാകുന്നല്ല. ആഘോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ ഒത്തുകൂടി നാളെ ആഘോഷിച്ചു കളയാം എന്ന് വെച്ചാൽ ആഘോഷം ആകണമെന്നില്ല. ഇല്ല ഇല്ല, അങ്ങനെ ആഘോഷിക്കണമെങ്കിൽ ബന്ധു വരണമല്ലോ. ബന്ധു വരണം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അതും കുറവാ. ഇപ്പൊ ബന്ധൊന്നും ഇല്ല പറഞ്ഞ പോലെ. അതെ അതെ, പഴയ പോലെ ഇപ്പൊ അത് പറയുകയാണെങ്കിൽ പറഞ്ഞ പോലെ ക്യാമ്പസിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് പാലക്കാട് ക്യാമ്പസിലായിരുന്നില്ലേ? ആ, അപ്പൊ നമ്മൾ ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം ബാക്ക് ടു കോളേജ് ഈ ക്ലാസ് റൂമുകളുടെ ഉള്ളിലേക്ക് കുറെ നാളുകൾക്ക് ശേഷം ഞാൻ അരമനല്ല, ബിഷപ്പാ. ഞാൻ മാത്രമേ ഉള്ളൂ കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് അഭിനയിച്ചത്. ഓക്കെ ഓക്കെ. പക്ഷെ നമ്മൾ കോളേജിലേക്ക് കുറെ നാളായിട്ടല്ലേ? കോളേജ് സ്റ്റുഡന്റ് ആയിട്ടായിരുന്നോ? എന്നുവെച്ചാൽ 10-20 വർഷം പഠിച്ചു. സപ്ലൈ ചെയ്താവുന്നതാണ്. അല്ലല്ല, പുള്ളി അവിടെ ക്യാൻറ്റീൻ. അയ്യോ, എവിടുന്ന് എവിടെ പോയി ഞാൻ. കോളേജ് സ്റ്റുഡന്റ് നരേൻ പിന്നെ കണ്ടാൽ സ്റ്റുഡന്റ് ആണെങ്കിൽ ഇത്തവണ അധ്യാപകൻ. അപ്പൊ കൊറേ നാൾ കഴിഞ്ഞ് കോളേജിലേക്ക് ജെയ്സ് കുഴപ്പക്കാരനായതുകൊണ്ട് ക്യാമ്പസിലേക്ക് വിട്ടില്ല, പിടിച്ച് ലോഹ കൊടുത്തു. നമുക്ക് കണ്ടപ്പോ അത് ഞാൻ ആലോചിച്ച എനിക്ക് ഭയങ്കര മെയിൻ രണ്ട് പ്രശ്നക്കാരെ ഞങ്ങൾ ലോഹയിടിപ്പിച്ചിട്ടുണ്ട്. ജയിച്ചേട്ടനുണ്ടല്ലോ, ഞാൻ മറ്റേ ഗുണ്ട സെറ്റപ്പിൽ വിചാരിച്ചു വെച്ചേക്കണായിരുന്നു. അത് നമ്മളിത് ഫോട്ടോസ് കണ്ടപ്പോ പള്ളിയിലച്ഛനൊക്കെ ആയിട്ട് ദൈവത്തിന്റെ കുഞ്ഞാനായിട്ടിരിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കര ഒരു മാറ്റമാണല്ലോ എന്നത്. ചേട്ടൻ ശരിക്കും ഒരു മാറ്റം ഭയങ്കര ലോഹമടക്കി കുത്തുന്ന അച്ഛനാ. ചെറിയ മുമ്പേ പറഞ്ഞത് പുള്ളി ആദ്യം പെട്ടെന്ന് കൈയൊക്കെ ഓർക്കാതെ പറ്റിപ്പോയിരുന്നു. കോളേജിലെ മാനേജർ അച്ഛനായിട്ടാണ്. നല്ലൊരു കഥാപാത്രമാണ്. പിന്നെ ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു സ്ഥിരം പോയി ഇടി മേടിക്കണമെന്ന് മാറി പരിപാടി ചെയ്യണമെന്നുള്ള ആഗ്രഹം. കോസ്റ്റ്യൂം മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. കോസ്റ്റ്യൂം മാറിയിട്ട് ലോഹയിട്ട് ഇടി മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ നാൾ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വന്നപ്പോ നിങ്ങളുടെ ഒരു ഫീൽ ഉണ്ടായിരുന്നു? ഭയങ്കര നൊസ്റ്റാൾജിക് മൊമെന്റുകളായിരിക്കില്ല ശരിക്കും? ഇല്ല, അല്ല ഞാൻ ഉടമസ്ഥനാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ശരി, എനിക്ക് കോളേജ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ എനിക്ക് കോളേജ് പോകുന്ന ഇഷ്ടമില്ലാത്ത ആളായിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള സന്തോഷം എനിക്കൊന്നുമില്ല. ഈ കാര്യത്തിൽ മാത്രം ഞങ്ങൾ കോളേജ് വന്നപ്പോൾ ഉള്ള സന്തോഷമേ ഉള്ളൂ. മനസ്സിലായി. ഞാൻ എന്റെ മാനേജറായിട്ടാണ്. നല്ലൊരു കഥാപാത്രമാണ്. ഇത്രയും ആക്ടേഴ്സ് ഉള്ള ഒരു വലിയ ഒരുപാട് ആക്ടേഴ്സ് ഉള്ള ഇതിൽ ന്യൂ കമേഴ്സ് കുറെ പേരുണ്ട്. ക്യാമ്പസിൽ സജീവമായിട്ടുള്ള കുറെ ആർട്ടിസ്റ്റ്മാരുണ്ട്. ഈ ചോദിച്ച ചോദ്യത്തിന് ചിലപ്പോൾ ഞാൻ വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് കോളേജ് ക്യാമ്പസിൽ ഞാൻ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ നമ്മൾ ചില സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കോളേജ് ക്യാമ്പസിന്റെ എപ്പോഴും നമ്മൾക്ക് ഈ മെമ്മറീസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ തൃശ്ശൂർ കേരളോർമയിലാണ് തൃശ്ശൂർ പഠിച്ചത്. 3 of my best years ഇത് തന്നെയായിരുന്നു. CMS കോളേജ് കോട്ടയത്ത് നമ്മൾ ക്ലാസ്മേറ്റ്സ് ഷൂട്ട് ചെയ്യുമ്പോഴും തോന്നിയൊരു ഫീല്. അപ്പൊ അതുപോലെ തന്നെയാണ് ചില സീക്വൻസുകളും ക്ലാസ് റൂമിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ മെമ്മറീസ് എപ്പോഴും നമ്മൾ വന്ന്. സോ ഇറ്റ് മേക്സ് നമുക്ക് അങ്ങനത്തെ നല്ല മുഹൂർത്തങ്ങൾ വരുമ്പോൾ ഇറ്റ് മേക്സ് യു ഹാപ്പി. അപ്പോൾ പിന്നെ അതൊന്ന്. രണ്ടാമത് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലായിടത്തും പറയണ പോലെ ഈ പടത്തിൻ്റെ ടൈറ്റിൽ പോലെ ഒരു ആഘോഷമായിരുന്നു
ഷൂട്ടിംഗ് സമയത്തും ഓൺ ആൻഡ് നിങ്ങൾ ഓഫ് എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ തന്നെ അത് ഭയങ്കര രസമായിരിക്കും തോന്നുന്നുണ്ട് എനിക്ക്. കാരണം അതൊരു കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഈ സിനിമയിൽ ആക്ച്വലി. അത് മാത്രല്ല ഇപ്പൊ ഞാൻ നിങ്ങളെ കുറച്ചു നേരമായിട്ട് കാണണമെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടല്ലോ. അപ്പൊ സെറ്റിലാണെങ്കിൽ കുറച്ചും കൂടെ ഉഷാറായിരിക്കും. എല്ലാരും കൂടെ വരുമ്പോ ഒരു ഭയങ്കര പോസിറ്റീവ് ഓറ കിട്ടുമായിരിക്കും അല്ലേ? ഭയങ്കര ആഘോഷമായിട്ട് ഷൂട്ട് നടന്ന അങ്ങനെയാണ് ഇതിന്റെ ടൈറ്റിൽ ആഘോഷം. ആഘോഷം ഫിക്സ് ആയത്. ആദ്യം വേറെ ആയിരുന്നു. അതെന്തായിരുന്നു അത് പറയില്ല. പറയുന്നില്ല. എനിക്കാണെങ്കിൽ ക്യൂരിയോസിറ്റി ഭയങ്കര കൂടുതലാ. അടക്കിക്കോ. ഞാനേ ആദ്യം ചേട്ടന്റെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു പിക്ചർ എന്ന് വെച്ചാൽ ഭയങ്കര സീരിയസ് ആണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഞാൻ ഇച്ചിരി സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് വന്നിരുന്നത്. പക്ഷെ ചേട്ടൻ ഭയങ്കര കൂളാണ്, ഭയങ്കര ചില്ലാണ്. അല്ല ഞാൻ സീരിയസ് നല്ലൊരു ചോദ്യം ചോദിക്കും മോളെ. ഇതാണ് അദ്ദേഹത്തിന് ശരിക്കും ഉത്തരം പറയേണ്ട ചില ചോദിച്ചാൽ പറയാൻ പറ്റും എങ്ങനെയാണ്. അതിനൊന്നും തുനിയാതിരിക്കുക. നമുക്ക് ആഘോഷമായിട്ട് അങ്ങ് പോവാം. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. പാട്ടിലാണെങ്കിലും കോളേജ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഭയങ്കര ഒരു വൈബുള്ള പാട്ടും കോളേജും നമ്മളങ്ങ് എക്സ്പ്ലോർ ചെയ്യാണ് അതിനകത്ത്. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ ചേട്ടൻ ക്ലാസ്മേറ്റ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാനൊക്കെ കോളേജിൽ പോണേക്ക് മുന്നേ ക്ലാസ്മേറ്റ്സ് എന്നുള്ള സിനിമ കണ്ടിട്ട് എൻ്റെ ഉള്ളൊരു ഇങ്ങനെയായിരിക്കും കോളേജ് എന്നുള്ള സംഭവം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോണത്. അപ്പൊ അത്രയും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പേഴ്സണലി ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ശരിക്കും നിങ്ങളുടെയൊക്കെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിരിക്കും. കുറച്ചും കൂടെ ഇപ്പോഴത്തെ സിസ്റ്റമേ ആയിരിക്കില്ലല്ലോ എന്നിട്ടുണ്ടായിരുന്നിട്ടുണ്ടാവുക. അപ്പൊ ശരിക്കും ഇപ്പൊ ഈ പാട്ടിലുള്ളപ്പോൾ ഭയങ്കര അടിച്ചുപൊളി ജിൽ കോളേജ് ലൈഫാണ്. നിങ്ങളുടെ കോളേജ് ലൈഫ് അതുപോലെ ഭയങ്കര അടിപൊളിയായിരുന്നോ? ഈ അടിച്ചു പൊളിച്ച ജില്ല് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അതാണ് എനിക്ക് പറ്റിയത്. ഞാൻ ശരിക്കും വിചാരിച്ചു ആദ്യം. നമ്മള് സിനിമയെ കാണുന്നില്ല, മറ്റേ പാട്ടിൽ കണ്ട പോലെ അങ്ങനെ ഡാൻസും ബഹളവും. ഞാൻ അതൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നമ്മൾ യുവക്ഷേത്രം നോക്കിയപ്പോൾ അവരുടെ ഫംഗ്ഷനുകളൊക്കെ അച്ഛന്മാരും എല്ലാവരും ഇതുപോലെ നല്ല ഡാൻസും ആഘോഷം. ഇപ്പത്തെ കോളേജുകളൊക്കെ കുറെ മാറി തോന്നുന്നുണ്ട്. രസമായിരുന്നു അവിടുത്തെ. ചേട്ടന് കോളേജ് റൊമാൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? കുട്ടി മേടിച്ചോ? ഓർമ്മയില്ല. ഞാൻ 80 മറ്റോ കോളേജിൽ നിന്ന് ഇറങ്ങിയ 14 വർഷമില്ലേ, ഓർമ്മയില്ല. എല്ലാത്തിനും സ്ട്രെയിറ്റ് ആൻസർ. ചോദ്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഞങ്ങളുടെയൊക്കെ കാലത്ത് കോളേജിൽ പോകുന്നതിന്റെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങളുടെ അല്ല കുട്ടനതിന് മുമ്പേ ഉണ്ടാവുണ്ട് കുഴപ്പമില്ല. അല്ല ഞങ്ങളുടെ കാലത്ത് കോളേജ് ഏറ്റവും വലിയ സന്തോഷം ക്ലാസ്സിൽ കയറണ്ടെന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല. അത് അവസാനം ഓഫീസിൽ പോയിട്ട് മാനേജ് ചെയ്യും. അന്നങ്ങനെ ഇതുപോലത്തെ ഒരു അന്തരീക്ഷമൊന്നും അല്ല. ഒരു എല്ലാവരും പഠിക്കാൻ വരുന്ന ഒരു സ്ഥലമല്ല കോളേജ്. നമ്മൾ പോകുന്ന അലമ്പുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമാണ്. അന്നൊന്നും അങ്ങനെ ഒരു സീരിയസ് ഒരു പ്രൊഫഷൻ പെർസീവ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു കാലമേ അല്ല. വലിയ ലക്ഷ്യബോധമൊന്നുമില്ല. ഇത് പഠിക്കാൻ ചേർന്നു, പഠിച്ചു തീർക്കുക, 3 വർഷം അലമ്പുണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോരുക എന്ന് പറയുന്നത്. അല്ല, പഠിക്കുന്ന ആളുകളുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ ചെല്ലുന്നത് ആ വർഷത്തെ അവസാനത്തെ ദിവസമാണ്. അപ്പൊ സാറിന് അറിയില്ല ഞാൻ ആ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണെന്ന്. പിന്നെ അകത്തിരിക്കുന്ന ആളുകൾ പറഞ്ഞു, എന്റെ കൂടെ പഠിക്കുന്ന സാറേ ഈ ക്ലാസ്സിലാണ് ഇതുവരെ വന്നിട്ടില്ല എന്നേ ഉള്ളൂ എന്ന്. അങ്ങനെ ക്ലാസ് കയറിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. അന്നത്തെ കാലത്ത് അത്രയും ഉള്ളൂ. സീരിയസ് ആയിട്ട് പഠിക്കാൻ വരുന്ന ആളുകൾക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് അലമുണ്ടാക്കി നടക്കാവുന്ന അന്തരീക്ഷം. വിജയരാഘവൻ ചേട്ടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്റെ അടുത്ത് പറഞ്ഞു, കുട്ടനൊന്നും സമയമില്ല. കുട്ടനൊന്നും മിക്കവാറും ഒക്കെ നാടകമുണ്ട്. പല കാര്യങ്ങളുണ്ട്. അതെ. പക്ഷെ നരഞ്ചേട്ടന് പ്രേമുണ്ടായിരുന്നു കേട്ടാ അല്ലേ? പ്രേമത്തിനെ പറ്റി അറിയാനാണ് ചോദിക്കുന്നത്. അതൊക്കെ എന്തായാലും ഉണ്ടാവില്ല. അല്ല, ഇതിനകത്താണ് ഞാൻ പോസ്റ്റർ നോക്കി കഴിഞ്ഞ സമയത്തെ സാറായിട്ടാണല്ലോ നരഞ്ചേട്ടൻ ചെയ്യണത്. അപ്പൊ അപ്പുറത്തെ ടീച്ചറാണെങ്കിൽ ഞാൻ വിചാരിച്ച ഒരു ടീച്ചർ സാർ റൊമാൻസ് ഉണ്ടാവുമെന്ന്. അങ്ങനത്തെ ഒരു ടച്ച് വന്നിട്ടില്ല. അങ്ങനത്തെ മെൻഷൻ ചെയ്ത് പോണില്ല. അങ്ങനെ ആവാം, ആവാതിരിക്കും. അത് പടം അപ്പൊ എനിക്ക് കണ്ടപ്പോ കണ്ടു നോക്കാം നമുക്ക് എന്തായാലും. അപ്പൊ അതാ ഞാൻ ചോദിച്ചത്, ഈ പ്രേമത്തിലേക്ക് വന്നത് അതുകൊണ്ടായിരുന്നു. ഇനിയിപ്പൊ അങ്ങനത്തെ ഒരു ടച്ച് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. നരഞ്ചേട്ടനാണെങ്കിൽ 2-3 പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുകയും ചെയ്തായിരുന്നു ചേട്ടന്റെ കോളേജ് റൊമാൻസിനൊക്കെ പറ്റിയിട്ട്. ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് റഫ് ആൻഡ് ടഫ് ആയിട്ട് ഇരിക്കണ്ടെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് ഉള്ളിലൊരു കാമുകന് ഒളിഞ്ഞടപ്പുണ്ടെന്ന്. എനിക്ക് പിന്നെ അങ്ങനെ ഇന്ന സ്ഥലത്തൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, ഇങ്ങോട്ടാർക്കും ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടാർക്കും എനിക്ക് ഒരുപാട് പേരോട് ഉണ്ടായിരുന്ന ഭയങ്കരമായ പ്രേമങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരറിഞ്ഞില്ല, എന്റെ ഉള്ളിലായിരുന്നത് മാത്രം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെറ്റിൽ കുറെ അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവർ രണ്ടുപേരും പറയുന്നത് ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റുകളാണ്. ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് കുഞ്ചാക്കോ ബോബന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് ചേട്ടൻ പറഞ്ഞതാണ്, അതായത് ഈ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മുടെ സെറ്റിലുള്ള സമയത്ത് ഒരു ക്ലാസ്സിൽ പ്രിൻസിപ്പൾ വരുന്ന ഒരു ഫീൽ ആയിരിക്കും. ഭയങ്കര ഒരു അടക്കം അച്ചടക്കം അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. ഇപ്പൊ അവിടെ ഇന്റർവ്യൂ എടുത്തപ്പോഴാണെങ്കിൽ ഞാൻ പറയണ കേട്ടായിരുന്നു, ഇപ്പൊ എല്ലാത്തിനും നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം. ശരിക്കും ഇവരെ ഉള്ളിപ്പോ സെറ്റ് എങ്ങനെയായിരുന്നു?
അല്ല ചെല്ലുമ്പം പ്രിൻസിപ്പൽ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് പൊളിയും. ചെല്ലുമ്പോൾ അത് മാത്രം ഉണ്ടാവും. രണ്ട് സീനിയർ നടന്മാരും ഒരു പ്രശ്നം. പിന്നെ നമ്മൾ ദുർഗുണ പരിഹാരം ഏത് ഏജിലുള്ള ആൾക്കാരുമായിട്ട് കമ്പനി കൂടുന്നതാണ് അതെനിക്കിപ്പോ മനസ്സിലായി തുടങ്ങി. അതെ, രണ്ടുപേരും. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്മൾ ആ ക്ലാസ് സീനിയോറിറ്റി, ഇല്ല. അതെ, ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾക്ക് തീർച്ചയായിട്ടും അവരൊരു നമ്മൾ റെസ്പെക്ട് കൊണ്ട് മനസ്സിലായി. അതെ, ഇപ്പൊ എനിക്കാണെങ്കിലും ഇപ്പൊ ഇവരെന്ന് പറഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ടാസ്ക് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് പൊളിക്കുക എന്നുള്ളത് നല്ല കൂടെ പോകാൻ പറ്റുള്ളൂ. മനസ്സിലായി. ഇപ്പൊ ഞാൻ വിജയരാഘവന്റെ അടുത്ത് മുമ്പെടുത്ത ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി ആ ഇന്റർവ്യൂ എടുക്കുന്നത്. കാരണം ഞാനിപ്പോ ഇന്റർവ്യൂ എടുത്തോണ്ട് 1 year ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഞാൻ എടുത്താൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ചേട്ടനായിരുന്നു. അപ്പൊ എനിക്ക് എന്താ പറയാ, അന്നിരുന്നപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചായിരുന്നു, ഇവരുള്ള സെറ്റ് എന്ന് പറയുന്നതും നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര ഒരു ബ്ലെസ്സിങ് ഒക്കെ ആയിട്ട് തോന്നൂലേന്ന്. അതാണ് ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ട് ചോദിച്ചത്. അല്ല, ഇപ്പൊ ക്യാമ്പസ് മൂവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യമായിട്ട് എൻ്റെ ഉള്ളിൽ വന്നത് ക്ലാസ്മേറ്റ്സ് ആണ്. ക്ലാസ്മേറ്റ്സ് ഒരു സ്റ്റാൻഡേർഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക്. ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്മേറ്റ്സ് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയെങ്കിൽ, ചേട്ടൻ്റെ ലൈഫിൽ ആ ഒരു മൂവി എത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്? ആ സിനിമ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ്. എനിക്ക് അത്രയും റീച്ച് കിട്ടിയ ഒരു സിനിമ അതാണ്. എൻ്റെ ക്ലാസ്മേറ്റ്സിൽ മുരളി എന്ന് പറയുന്ന ആളുടെ ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ക്ലോസർ ടു മൈ ഹാർട്ട്. അപ്പോൾ ഇറ്റ് സ്റ്റിൽ ഈസ്. യെസ്. ഇപ്പം ആഘോഷം എന്ന സിനിമയെ പറയുമ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടറിനും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെയൊക്കെ ക്യാരക്ടർ ഒരു പോർട്രേറ്റ് ഈ ഒരു മൂവിയിൽ എങ്ങനെയാ പോണത്? അച്ഛനാന്ന് പറഞ്ഞില്ല, ഇപ്പൊ എന്ത് മറച്ചു വെക്കാൻ? എല്ലാം അങ്ങോട്ട് പറ. അല്ല, ഇതിനകത്ത് ഈ ക്യാരക്ടറുകളെ പറ്റി കൂടുതലൊന്നും പറയരുത് എന്നുള്ളത് ഡയറക്ടറായിട്ട് നിർബന്ധമായ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിനകത്ത് എൻ്റെ കഥാപാത്രം പറയുകയാണെങ്കിൽ ഒരു നല്ലവനായ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന അങ്ങനെ ഒരു കണ്ടാൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള അങ്ങനെ ഒരു കഥാപാത്രമാണ് എന്റെ നിൽക്കുന്നത്. ചേട്ടൻ ഇതുവരെ ചെയ്ത ഷെയ്ഡ്സ് ഒക്കെ ഡിഫറെന്റ് ആയിട്ടല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ചേട്ടാ, എങ്ങനെയാണ് ക്യാരക്ടർ പോർട്രേറ്റ് പോകുന്ന സിനിമയില്? എൻ്റെ ഒരു ബിഷപ്പിന്റെ ക്യാരക്ടറാണ്. അതങ്ങനെ ഒരു സിനിമയിൽ ഉടനീളമോ മുഴുനീളമോ ഉള്ള ഒരു കഥാപാത്രമല്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ക്യാമിയോ. പിന്നെ അതിന്റെ നല്ല കോമ്പിനേഷൻ. എൻ്റെ അച്ഛനാ. ഓക്കെ. വിജയരാഘവൻ ചേട്ടാ? അച്ഛനാ. എന്റെ മകന്റെ മോനുണ്ട്. എന്റെ മകന്റെ അച്ഛനാ. അദ്ദേഹത്തിന്റെ മകനാണ് എന്റെ മകനായിട്ട് അഭിനയിക്കുന്നത്. മോനാണ് കുട്ടേട്ടന്റെ മോൻ സിനിമയിൽ. ഓ, അങ്ങനെ ഒരു കണക്ഷൻ. അല്ല, അതെനിക്ക് ഇപ്പൊ വളരെ സ്ലോ ആട്ടോ. അല്ല, അതെനിക്ക് അറിയായിരുന്നു. പക്ഷെ ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് കണക്ട് ആയത്. സ്വല്പം. അപ്പൊ അങ്ങനെ ഞാൻ അച്ഛനാണ്, കോളേജിന്റെ മാനേജറാണ്, ഉടമസ്ഥനാണ്. അങ്ങനെയുള്ള പിന്നെ കൂടുതൽ പറഞ്ഞാല് ഇവരൊക്കെ പ്രൊഡ്യൂസറിനെ കണ്ണടച്ച് കാണിക്കും. പൊളിറ്റീഷ്യനാണ്. അപ്പൊ എല്ലാം കൂടെ ഒരു അതിന്റെ ഒരു മിക്സ്. അതൊക്കെ എൻ്റെ ക്യാരക്ടർ, ഞാൻ കോളേജില് ഒരു ക്യാൻറ്റീൻ നടത്തുന്ന ആളാണ്, കോളേജ് ക്യാമ്പസിൽ. സത്യം പറഞ്ഞു അങ്ങനത്തെ ബിസിനസ് ഉള്ള ഒരാളാണ്. പക്ഷേ സിനിമയിൽ ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു വലങ്കൈ ആയിട്ട് ഞാൻ കോളേജ് ക്യാമ്പസിൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകുന്നുണ്ട്. ബാക്കി സിനിമയിലാണ് കഥ. കുറച്ച് കിങ്സ് ബെന്നി എന്ന് പറഞ്ഞിട്ടൊരു കിങ്സ് ബെന്നി എന്നാണ് എൻ്റെ ക്യാരക്ടറിന്റെ പേര്. കിങ്സ് എന്നാണ് എൻ്റെ ക്യാൻറ്റീൻ റെസ്റ്റോറൻസിന്റെ പേര്. പിന്നെ ഞാൻ അറിയപ്പെടുന്നത് കിങ്സ് ബെന്നി. കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയ ഒരാളാണ്. പിന്നെ സിനിമയിൽ നായകന്റെ കൂടെ ഒരു നല്ല ട്വിസ്റ്റും യാത്രയിൽ കുറെ ട്വിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ് ആഘോഷം. സൂരജ് എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇയാള് പ്രൊഫസറാണ്. കോളേജിൽ ഇയാൾ വരുമ്പോൾ വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് അങ്ങനെയല്ല, ദർ ഇസ് എൻ ഇഷ്യൂ. അത് വന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നതും അത് എന്താണെന്നൊക്കെ പിന്നീട് അറിയുന്നത് പതുക്കെ സ്ക്രിപ്റ്റിൽ റിവീൽ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് അറിയുന്നത് ജസ്റ്റ് ഒരു ക്യാമ്പസ് സംഭവം അല്ല, സംതിങ് ദേർ. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കാസ്റ്റ് ക്രൂ, ഇപ്പം നമുക്ക് ഡയറക്ടർ ആണെങ്കിൽ മമൽ ചേട്ടനാണ്, അതുപോലെ ഈ ഒരു കാസ്റ്റ് ക്രൂ എല്ലാം നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ളൊരു ടീമാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് സോങ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ സ്റ്റീഫൻ ചേട്ടനാണെങ്കിൽ എല്ലാവരും നമുക്കൊരു ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ആൾക്കാർ സ്വന്തം നമ്മുടെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ. പുതിയ മ്യൂസിക് ഡയറക്ടറും കൂടെ ഉണ്ട്. ഗൗതം. രണ്ട് പാട്ട് സ്റ്റീഫനും, 2 പാട്ട് ഗൗതം. പാട്ട് എഴുതിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസറല്ലേ? നമുക്ക് ഇതിലത്തെ ആൽക്കഹോളിന് അഗെയിൻസ്റ്റ് ആയിട്ടും ഒരു സോങ് വരുന്നുണ്ട് അല്ലേ? ഇറ്റ്സ് അബൌട്ട് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ഒരു തീം ഇതിൻ്റെ അകത്തുണ്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും എക്സ്പെക്ടേഷൻ ഉള്ള ഒരു കാസ്റ്റും ക്രൂ ആകുമ്പോൾ ശരിക്കും ആ ഒരു എക്സ്പെക്ടേഷൻ ഒരു ആഘോഷമാണോ അതോ അറ്റ് ദ സെയിം ടൈം നമുക്കൊരു ടെൻഷൻ ആണോ? അതല്ലേ ടൈറ്റിൽ തന്നെ അതല്ലേ ആഘോഷമാണ് നമ്മള് ലൈഫ് ഇസ് ഓൾ അബൌട്ട് ഹാപ്പിനെസ്. തിയേറ്ററിലും ആഘോഷമാവട്ടെ. യെസ് അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ മൂവി റിലീസ് ആവാൻ പോവാണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കുറച്ച് ഹിന്റുകളൊക്കെ വെച്ച് നമുക്ക് മൂവിനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, പക്ഷെ ഈ കുട്ടി ഹിന്റുകളൊക്കെ വെച്ച് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ നിങ്ങളുടെ ഹാർഡ് വർക്കും ഈ പറയുന്ന ഒരു പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ സക്സസ് ആവട്ടെ, എല്ലാവരിലേക്കും എത്തട്ടെ, അടിച്ചു പൊളിച്ച് ഈ പടം ആഘോഷം എന്നുള്ള പേര് പോലെ തന്നെ ആഘോഷമാവട്ടെ. സമയത്ത് വണ്ടി നിർത്തിയില്ലേ? അതാണ് പറഞ്ഞ വാക്ക് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കില്ല. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ആഘോഷിച്ച പോലെ ഈ തിയേറ്ററിലും ആഘോഷമാവട്ടെ, എല്ലാവരും ആഘോഷിക്കട്ടെ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.